അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തഅലീമുൽ മുതഅല്ലിം. അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി പഠിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വിശിഷ്ടമായ ഒരു കിതാബ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സർനൂജി ഇമാം റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, വഫിൽ ഹിക്മ, ഒരു തത്വജ്ഞാനി പറഞ്ഞതായി കാണാം, മനിസ്തഗ്നാ ബിമാലിൻ നാസി ഫഖദ് ഇഫ്തഖറ. മനിസ്തഗ്ന, ഒരാൾ ധനികനാകണമെന്ന് ഐശ്വര്യവാനാകണമെന്ന് ആഗ്രഹിക്കുന്നു, ബിമാലിൻ നാസ്, ജനങ്ങളുടെ കൈവശമുള്ള കാശുകൊണ്ട്, അതായത് മറ്റുള്ളവരുടെ സമ്പത്ത് എനിക്ക് കിട്ടണം എന്നുള്ള ഒരു ധനമോഹമുള്ളവൻ, ഫഖദ് ഇഫ്തഖറ, അവൻ ദരിദ്രനായി കഴിഞ്ഞു, ദരിദ്രനാണ്, ഒരു സംശയവും വേണ്ട, അവൻ ദരിദ്രനാണ്. വൽ ആലിമു, ഒരു പണ്ഡിതൻ, ഇദാ കാന തൊമ്മാൻ, അവൻ ധനമോഹിയായാൽ, പണത്തെ മോഹിക്കുന്ന, പണത്തെ ആഗ്രഹിക്കുന്ന ഒരാളായി കഴിഞ്ഞാൽ, ലം തബ്ഖ ലഹു, അവനിൽ ശേഷിക്കുകയില്ല, ഹുർമത്തുൽ ഇൽമി, ഇൽമിൻ്റെ ബഹുമാനം ഒരിക്കലും അവനിലുണ്ടാവുകയില്ല. വലാ യഖൂലു, അവന് പറയാൻ സാധിക്കുകയില്ല, അവൻ പറയുകയില്ല, ബിൽ ഹഖ്, സത്യം. സത്യം പറയാൻ പറ്റൂല, കാരണം മറ്റുള്ളവരുടെ പണം കൊണ്ട് ജീവിക്കുന്നവനാണിവൻ, മറ്റുള്ളവർ പാരിതോഷികങ്ങൾ നൽകുന്നവനാണ്. അപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടി വരും, അവരുടെ ഭാഗം ചേർന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് സത്യം പറയാൻ അവന് സാധിക്കുകയില്ല. വലിഹാദ, ഇക്കാരണത്താൽ, കാന യതഅവ്വദു സാഹിബു ശറഇ അലൈഹി സ്വലാത്തു വസ്സലാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, കാന യതഅവ്വദു, അവിടുന്ന് കാവൽ തേടാറുണ്ടായിരുന്നു, വയഖൂലു, എന്നിട്ട് പറയും, അഊദു ബില്ലാഹ്, അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു, മിൻ ത്വമഇൻ, ധന ആഗ്രഹിക്കുന്നതിൽ നിന്ന്, അത്യാഗ്രഹങ്ങളിൽ നിന്ന്, യുദ്നി ഇലാ ത്വബഇ ത്വമഅ, ധനം ആഗ്രഹിക്കുക എന്നത്, അല്ലെങ്കിൽ അതിമോഹം, അത്യാഗ്രഹം എന്നൊക്കെ പറയുന്നത് സ്വന്തം സ്വഭാവത്തിൻ്റെ പ്രകൃതിയായി മാറുന്ന രീതിയിലുള്ള അതിമോഹങ്ങളിൽ നിന്ന് അള്ളാഹുവേ എന്നെ കാക്കണേ, എനിക്ക് കാവൽ തരണേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വയംബഗി ലിൽ മുഅ്മിനി, ഒരു സത്യവിശ്വാസിക്ക് വേണ്ടതാണ്, അത്യാവശ്യമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്, അല്ലാ യർജുവ, അവൻ ആഗ്രഹിക്കാതിരിക്കൽ, ഇല്ലാ മിനല്ലാഹി തആല, അള്ളാഹുവിൽ നിന്നല്ലാതെ. അള്ളാൻ്റെ അടുത്ത് നിന്ന് കിട്ടണം എന്നാഗ്രഹിക്കുന്നതിനപ്പുറത്ത് ഒരു സൃഷ്ടിയിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാതിരിക്കുക. വലാ യഖാഫു, അവൻ ഭയപ്പെടാതിരിക്കണം, സത്യവിശ്വാസി ഒരിക്കലും ഭയപ്പെടാൻ പാടില്ല, ഇല്ലാ മിൻഹു, അള്ളാഹുവിൽ നിന്നല്ലാതെ. അള്ളാൻ്റെ അടുത്ത് നിന്ന് വരുന്ന അദാബുകൾ, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് വരുന്ന പരീക്ഷണങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ലാതെ സൃഷ്ടികളുടെ കാര്യത്തിലൊരു ഭയമോ സൃഷ്ടികളുടെ കാര്യത്തെ ആഗ്രഹിക്കാനോ സത്യവിശ്വാസിക്ക് നിർവാഹമില്ല. ഫമൻ അസല്ലാഹ്, അള്ളാഹു തആലയെ ഒരാൾ ധിക്കരിച്ചു, എതിര് ചെയ്തു, തെറ്റ് ചെയ്തു, ഖൗഫം മിനൽ മഖ്ലൂഖി, സൃഷ്ടിയെ ഭയന്നിട്ട്. ഒരുത്തൻ പറയുന്നത് കേട്ടിട്ട് പടച്ചോനെതിര് ചെയ്തു, ഒരു കളവ് പറഞ്ഞു, അവന് കൂട്ടുനിന്ന് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ലംഘിച്ചു. ഫഖദ് ഖാഫ ഗൈറല്ലാഹി തആല, അവൻ അള്ളാഹു അല്ലാത്തവരെ ഭയപ്പെടുന്നവനാണ്, ഭയപ്പെട്ടവനാണ്. വഇദാ ലം യഅസില്ല, അള്ളാഹു തആലയെ ഒരുത്തൻ തെറ്റ് ചെയ്തില്ല, ലി ഖൗഫിൽ മഖ്ലൂഖി, മഖ്ലൂഖിനെ ഭയപ്പെട്ടിട്ട്, ഒരു സൃഷ്ടിയെ ഭയപ്പെട്ടും ഒരു തെറ്റും ചെയ്യാത്തവൻ, വറാഖബ ഹുദൂദ ശറഇ, ശറഇൻ്റെ ഹദ്ദുകളെ, പരിധികളെ ഭേദിക്കാത്തവൻ, തെറ്റിക്കാത്തവൻ, ഫലം യഖഫ് ഗൈറല്ലാഹി തആല, അള്ളാഹു അല്ലാത്തവരെ ഭയപ്പെടാത്തവനാണ്, ബൽ, എന്നല്ല, ഖാഫല്ലാഹു തആല, അള്ളാഹു തആലയെ ഭയപ്പെടുന്ന, പേടിക്കുന്ന ആളുമാണ്. അപ്പോൾ അള്ളാഹുവിനെ അല്ലാത്ത മറ്റൊരു വസ്തുവിനെയോ മറ്റൊരു വ്യക്തിയെയോ ഒരിക്കലും ഒരു സത്യവിശ്വാസി ഭയപ്പെടാൻ പാടില്ല. അവൻ്റെ കയ്യിൽ നിന്നൊരു ഉപകാരം കിട്ടണമെന്ന്
റബ്ബല്ലാത്ത മറ്റൊരാളിൽ നിന്നും ഒരു സത്യവിശ്വാസി ആഗ്രഹിക്കാൻ പാടില്ല. സത്യവിശ്വാസിയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഇൽമിൻ്റെ ആളെക്കുറിച്ച് ഒരിക്കലും സംശയിക്കേണ്ട, ഇതൊന്നും പറ്റുകയില്ല. സത്യവിശ്വാസികളിൽ ഏറ്റവും ഉന്നതന്മാരാണ് ഇൽമിൻ്റെ ആളുകൾ. അവർ ഒരിക്കലും മറ്റൊരാളുടെ ധനം മോഹിക്കാൻ പാടില്ല. അങ്ങനെ മറ്റൊരാളിൽ നിന്ന് പാരിതോഷികങ്ങൾ വാങ്ങി ധനം സമ്പാദിച്ച് ധനം മോഹിച്ച് ജീവിക്കുന്നവൻ ഒരിക്കലും സത്യം പറയാൻ കഴിയൂല. അവൻ്റെ ഇൽമ് അവർക്ക് അനുകൂലമായി അവൻ തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുമെന്നതിൽ ഒരു സംശയവും ഇല്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഉഖ്റവിയായ ആലിമീങ്ങളിലും മുത്തഅല്ലിമീങ്ങളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.